ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. നമ്മൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു 2023 ലാസ്റ്റത്തെ വ്ളോഗ് എന്ന് തന്നെ പറയാം കേട്ടോ. ഈ 31 ഞായറാഴ്ചക്കത്തെ ഒരു ദിവസമാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്, രാവിലെ മുതൽ രാത്രി വരെ. അപ്പോൾ ഇന്നും ലീവാണ് കേട്ടോ, ഞായറാഴ്ച പോയിട്ടില്ല. അപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് തന്നെ കുറേ ലീവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തോടുകൂടി ലീവുകളും തീർന്നു. അപ്പോൾ ഇത് രാവിലെ അടുക്കളയിലേക്ക് വന്നിട്ട് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഗ്രീൻ പീസ് തന്നെ ആക്കിയെടുക്കാമെന്ന് കരുതി. എളുപ്പത്തിലില്ല എന്തെങ്കിലും തന്നെ ആക്കിയെടുക്കാമെന്ന് കരുതി. അപ്പം പോവാത്തതുകൊണ്ട് തന്നെ ഇച്ചിരി ലേറ്റായിട്ട് തന്നെ കേട്ടോ എണീറ്റത്. എന്നിട്ട് നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതുപോലെ ഫ്ലാസ്കിൽ ഒഴിക്കാനുള്ള വെള്ളമാണ് ആദ്യം കിച്ചണിൽ വന്നാൽ ചെയ്യുന്ന പരിപാടികൾ, അതൊക്കെ അവിടെ ആക്കിയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കുകയാണ്. അപ്പം പാൽപ്പൊടി പാൽച്ചായ ആക്കി എടുക്കാമെന്ന് കരുതി. പിന്നെ മുളകും മല്ലിയിലയും അങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഒക്കെ പുറത്തെടുത്ത് വെച്ചു കേട്ടോ. ഇനി ഇതാ ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കൽ എല്ലാവർക്കും അറിയാം, ഞാൻ ഇതിന് മുന്നത്തെ ഒരു വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അപ്പമൊക്കെ ആക്കി എടുത്താലും രസമാണ്. ഞങ്ങൾ ഇത് മാത്രം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കൽ ചില ദിവസം. അപ്പോൾ ഗ്രീൻ പീസ്, പിന്നെ ഇതാ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് വിസിലടുപ്പിച്ചെടുക്കുക. ഇത് കുറേ എൻ്റെ വ്ളോഗ് കാണുന്നവർക്കൊക്കെ അറിയാം. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഗ്രീൻ പീസൊക്കെ അവിടെ ആക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇച്ചിരി ഒരു എണ്ണ കൂടി ഒഴിച്ച് കൊടുത്താൽ മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കറിൻ്റെ മുകളിലോട്ട് വീയൂല. അപ്പം ഇച്ചിരി ഒന്ന് എണ്ണ ഒന്ന് ഒറ്റിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഞാനങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായയും വെള്ളമൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിലോട്ടൊരു 3 സവാള, ചെറിയ സവാള കൊണ്ട് ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നേരിയതാക്കി ഒന്ന് എരിഞ്ഞിട്ട് കൊടുക്കുക. അപ്പുറത്ത് ഇതാ ചായ നേരത്തെ ഫ്ലാസ്കിൽ ഒഴിക്കാനുള്ള വെള്ളമായിട്ടുള്ളൂ കേട്ടോ. ചായയുടെ വെള്ളം തിളച്ചില്ലായിരുന്നു. അപ്പോൾ അതിലോട്ട് ഞാനിതാ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പാൽച്ചായ തന്നെ കേട്ടോ ആക്കിയെടുക്കുന്നത്. എന്നും പാൽച്ചായ ഒന്നുമല്ല, ഇടയ്ക്ക് ഇങ്ങനെ കട്ടഞ്ഞും ആക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് പാൽച്ചായ റെഡിയാക്കാമെന്ന് കരുതി. പൊടി അത്യാവശ്യം കൂടുതലിടാൻ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ആദ്യം സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ ഇതാ എണ്ണ തീർന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നാട്ടിൽ പോണതിൻ്റെ മുമ്പിലെ എണ്ണ ആയിരുന്നു കേട്ടോ. അപ്പം അതിന് ശേഷം പിന്നെ അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണ എടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഇങ്ങനെ ബോട്ടില്ല കേട്ടോ കൊണ്ടുവന്ന്. ട്രെയിൻ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ കൊണ്ടുവരാൻ പറ്റിയില്ല. മറ്റ് നമ്മൾ കാറിലൊക്കെ ആണെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് തന്നെ കേട്ടോ വരാറ്. അപ്പോൾ ഇതാ ഇതിലില്ല ആദ്യത്തെ കുറച്ച് എണ്ണയില്ല, അതൊക്കെ ഒന്ന് ചട്ടിയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ കുപ്പി ഒന്ന് കഴുകി എടുത്തിട്ട് വേണം, ഉണങ്ങിയിട്ട് വേണം കേട്ടോ അതിലോട്ട് ഫില്ല് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇതാ എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മൾ അരിഞ്ഞു വെച്ച് സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും പനിയും ജലദോഷം ചുമയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു സുഖമില്ലായിരുന്നു കേട്ടോ. അപ്പം എന്താ ഇപ്പോൾ ചെയ്യാമെന്നുള്ള ഒരു ഇതിൽ തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ നാട്ടിൽ നിന്ന് ഉമ്മാനെ വരുത്തേണ്ടി വരും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എങ്ങനെ അറിയില്ല, എന്തായാലും ഇന്ന് രാത്രി ഒരു വൈകിട്ടാകുമ്പോൾ എന്താ അവസ്ഥ എന്ന് നോക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ഗ്രീൻ പീസ് എപ്പോഴും ഞാനിങ്ങനെ മാറ്റി വെക്കാറുണ്ട്. അങ്ങനെ കുറച്ചധികം വെള്ളത്തിലിടും. എന്നിട്ട് അത്യാവശ്യം നമുക്കുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ മാറ്റി വെക്കാണ് കേട്ടോ ചെയ്യാറുള്ളത്. അത് വൈകിട്ട് എന്തെങ്കിലും നമുക്ക് ഗ്രീൻ പീസിൻ്റെ കടലയില്ലേ, വറുത്ത കടല ആക്കിയെടുക്കാനായിട്ട് ഞാനിങ്ങനെ മാറ്റി വെക്കുന്നതാണ്. പിന്നെ ഇതാ 3 മുട്ട കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട എത്രത്തോളം ഇടണോ അത്രത്തോളം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ മുട്ട ഇങ്ങനെ ഉള്ളിലേക്ക് ഒന്ന് കുക്കായി വരുമ്പോൾ മുട്ട ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഇതാ അവിടെ ഉള്ളിയും മുട്ടയൊക്കെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പാൽച്ചായക്ക് ഇതാ ഞാൻ പാൽപ്പൊടി അങ്ങനെ എടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചായ ഒഴിച്ചിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാനേ ഉള്ളൂ. അപ്പം ഇങ്ങനെ തൊണ്ടക്കൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ കുറച്ച് ചായ ചൂട് വെള്ളം എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ തോന്നപ്പോൾ കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി ഒരു ചായ എടുത്ത് അന്നേരം കുടിച്ചതാണ്. അപ്പോൾ ഇതാ മോന് രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് അങ്ങനെ കാർട്ടൂണൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇനി ഈ ഒരു ഗ്രീൻ പീസ് നമുക്ക് ഈ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ലാസ്റ്റ് ഞാനിതാ ഇച്ചിരി കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഇച്ചിരി മല്ലിയില കൂടി ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ മോനെ എന്താണോ അധികം കഴിക്കുന്ന രാവിലെ അതാട്ടോ ഞാൻ അധികം ഉണ്ടാക്കൽ. ചിലപ്പം എൻ്റെ കുറേ ഒരു വീഡിയോസിൽ എല്ലാവരും കണ്ടു കാണും നീർദോശയായിരിക്കും അധികം. അപ്പോൾ അവന് എന്താണോ താല്പര്യം, കാരണം അവന് വയറ് നിറഞ്ഞില്ലേ പിന്നെ ഒന്നും നമുക്ക് ജോലിക്ക് പോകാൻ ഒന്നിനൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവന് ഇഷ്ടമല്ല കേട്ടോ അധികം ഉണ്ടാക്കി എടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതാ പൊതുവേ ആൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല മടി. അപ്പോൾ കഴിക്കണത് എന്താണോ അതെങ്ങനെ ഉണ്ടാക്കി വെക്കും. പിന്നെ ഇതാ കുറേ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാഷിംഗ് മെഷീനിലോട്ട് ഇട്ട് വെക്കണം. അപ്പോൾ മോനാണ് കേട്ടോ ഡ്രസ്സൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതാ ഉച്ചക്കത്തേക്കുള്ള പരിപാടി വെക്കണം. ചോറാണ്. അപ്പം നമ്മൾ ചാക്കേരി തന്നെ കേട്ടോ സ്ഥിരം അത് വെച്ചിട്ട് ചോറ് റെഡിയാക്കി എടുക്കുകയാണ്. ഒറ്റ വിസിലടുപ്പിച്ചാൽ നമ്മൾ ചോറ് റെഡിയാവും. അപ്പം വിസിലിൻ്റെ എണ്ണം കൂടി പോയാൽ അത് ഇങ്ങനെ മൊത്തത്തിൽ അലിഞ്ഞു പോട്ടോ, വേവില്ലാത്ത അരിയല്ലേ. അപ്പം ഈ ഒരു അരിയൊക്കെ അത് അങ്ങനെ കേകി എടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് ഗ്യാസിൽ വെക്കാനുള്ളൂ. അരിയൊന്നും വെള്ളത്തിലിട്ട് വെക്കണ്ട കേട്ടോ. അപ്പോൾ ചോറ് അവിടെ റെഡി ആവുന്നുണ്ട്. അങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളെ ചായയോടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ചോറിനെല്ലാം ഓരോ പരിപാടികളായിരുന്നു. അപ്പോൾ ചോറ് അവിടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ കുറച്ച് കൈപ്പങ്ങിയും അതുപോലെ കുമ്പളമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ആക്കിയെടുക്കാമെന്ന് കരുതി. അപ്പം കുമ്പളം മുറിക്കാൻ പോകട്ടെ. ഭയങ്കര കട്ടിയായിരുന്നു തോല്. ചില കുമ്പളം എങ്ങനെയാണോ എന്താ അറിയില്ല, നല്ലൊരു കട്ടിയുണ്ടായിരുന്നു കേട്ടോ തോല്. അപ്പം എന്താ ഉള്ളിൽ ഇങ്ങനെ ഒരു കളർ മാറ്റം കാണുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഞാനത് ഒരു കഷ്ണം ഇങ്ങനെ ചെത്തിയെടുത്തിട്ട് അതിൻ്റെ തോലും അതിൻ്റെ ഉള്ളിൽ മറ്റേ കുരുവൊക്കെ കളഞ്ഞിട്ടൊന്ന് ഓരോ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുമ്പളം മോരുകറി ആക്കിയെടുക്കാമെന്ന് കരുതി. അതുപോലെ കൈപ്പങ്ങല്ലേ, കൈപ്പങ്ങ നമ്മൾ പറയും, ഇവിടെ ചിലയിടത്ത് പാവയ്ക്ക അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അതുകൂടി ആക്കിയെടുക്കാമെന്ന് കരുതി കേട്ടോ. അത് മൊത്തത്തിൽ ഹസ്ബൻഡും അവർക്കൊന്നും മോനൊന്നും അത് കഴിക്കൂല. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് അത് പൈസ കൊടുത്ത് വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് അന്ന് ആ ചേച്ചി തന്നപ്പോൾ ഞാനത് എന്തായാലും എനിക്ക് കിടന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇങ്ങനെ വാടി പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അത് ഒന്ന് മേക്ക് പുരട്ടി ആക്കി എടുക്കാമെന്ന് കരുതി. അതുപോലെ മോര് കറിയും പപ്പടും പിന്നെ കുറച്ച് മീൻ ഫ്രിഡ്ജിലുണ്ട്. അത് പുറത്തെടുത്ത് വെക്കുന്നുണ്ട് പൊരിക്കാനായിട്ട്. അപ്പം അതൊക്കെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് ഇനി ക്ലീൻ ചെയ്തെടുത്തു. ഇനി പാവക്കല്ലേ ഒന്ന് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എറിയാണ്. അപ്പോൾ ഇത് നല്ല കയ്പ്പുണ്ടാവും. അപ്പോൾ ചിലവർ ഇതിലേക്ക് തേങ്ങയൊക്കെ അരിഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കിതിങ്ങനെ കഴിക്കാനാട്ടോ ഇഷ്ടം, മേക്ക് പുരട്ടി ആക്കിയിട്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഇതിന് നല്ല എണ്ണയൊക്കെ വേണം, എന്നാലും ഇതിൻ്റെ കയ്പ്പ് കുറേയൊക്കെ ഇട്ട് കുറഞ്ഞു കിട്ടും. അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മുളകും ഇട്ടാക്കി ഇങ്ങനെ ഇച്ചിരി നേരം വെച്ചിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലോട്ടാക്കി എടുത്താൽ മതിയല്ലോ. പിന്നെ മോര് കറിയിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരകി എടുക്കുകയാണ്. അപ്പോൾ മോര് കറിക്കായിട്ട് തേങ്ങയും പിന്നെ ഞാൻ ഇത് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാട്ടോ. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ പുളിയില്ല തൈര് തന്നെ എടുക്കണമായിരിക്കും നല്ലത്. പക്ഷേ ഇത് ടേസ്റ്റ് ഉണ്ട്. എന്നാൽ പുളിക്കായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ തക്കാളി അല്ലെങ്കിൽ സാധാ പുളിയൊക്കെ ഇട്ടാലും മതിയാവും കേട്ടോ. പിന്നെ നമ്മളെ ചെറിയ ജീരകമല്ലേ അതും പിന്നെ ഒരു വെളുത്തുള്ളീൻ്റെ അല്ലി കൂടി ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പാവക്ക ഇങ്ങനെ ഉപ്പേരിക്കായിട്ട് ചട്ടിയിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ഞാനിതാ എണ്ണയുടെ കുപ്പിയില്ലേ ഇതൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇനി ഇത് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പം ചോറൊക്കെ പെട്ടെന്നായിട്ടുണ്ട്, അത് വറുത്തെടുക്കുകയാണ്. അങ്ങനെ കൈപ്പങ്ങ ഉപ്പേരി കുറച്ച് വേവ് ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയായി പോയിട്ട് എരിഞ്ഞത് അതിങ്ങനെ അവിടെ ആക്കി കൊടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മളെ ഡ്രസ്സൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ അലക്കി കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ചോറിൻ്റെ ആ ഒരു കുക്കറിൽ തന്നെ കഴിക്കിയതിന് ശേഷം ഞാനിതാ കുമ്പളം അങ്ങനെ ചെറുതാക്കി എരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക്, ഉപ്പ് പിന്നെ വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് ഒന്ന് 3-4 വിസിലടുപ്പിച്ചാൽ മതി, പെട്ടെന്ന് ആയിക്കിട്ടും കേട്ടോ പിന്നെ കുമ്പളം. അപ്പോൾ അതുണ്ട്. പാവക്ക ഉപ്പേരി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് ഞാൻ തോരനിട്ടു കേട്ടോ. അങ്ങനെ കുമ്പളം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലാതെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ കുമ്പളക്കറിയൊക്കെ ഉണ്ടാകുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ബീഫ് ഫ്രൈ ചെയ്തൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അതാക്കി എടുത്തിട്ടുണ്ട്. ഇനി വറവിട്ടെടുക്കാനായിട്ട് ചട്ടി വെച്ചിട്ട് അതിൽ ഇച്ചിരി കടുകും കരിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഒഴിച്ച കുമ്പളം കറി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഞാൻ ഉച്ചക്കൊന്ന് വാതിൽ പുറത്ത് നോക്കിയപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് മൊത്തത്തിലൊരു കാറ്റായിരുന്നു, പക്ഷെ മയക്കിലെ കോളൊന്നുമില്ലായിരുന്നു കേട്ടോ.
അപ്പോൾ ഇതാ അതിന് ശേഷം നമ്മൾ ആ കുപ്പിയില്ലേ ഓയിലിൻ്റെ കുപ്പിയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്, അതൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഇനി ഇതിലോട്ട് ഫില്ല് ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു ഓയിൽ കണ്ടെയ്നറല്ലേ ഇത്, ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് 2 വർഷമായിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഇല്ല പ്ലാസ്റ്റിക് ആട്ടോ, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. പക്ഷെ ഇതിൻ്റെ മുകളിൽ ആ ഒരു അടപ്പുണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് അതിമന്ന് പോന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഫിറ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല മോരുകറിയും പപ്പടം ചോറൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കൂട്ടാനികൾ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് മീൻ പുറത്തെടുത്ത് വെച്ചിരുന്നു, ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മീൻ ഞാൻ ഈ ഒരു മീനിൻ്റെ പേര് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അറിയില്ല എന്ന് ഓർമ്മയില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. ഇതിൻ്റെ പേരാട്ടോ ഷീലാവ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അതാ ഇതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇതാ ബാക്കിയില്ല മീനില്ലേ, അതിങ്ങനെ അടിച്ചു വെച്ചിട്ട് ഞാനിങ്ങനെ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നത്തേക്കാളും വൈകിപ്പോയി ഇന്ന് ഭക്ഷണം കഴിക്കാൻ 3 മണി സമയമായി. അപ്പോൾ ഇതാ ചോറ്, പിന്നെ രാവിലത്തെ ഗ്രീൻ പീസിൻ്റെ ഉണ്ട്, പിന്നെ പാവക്ക ഉപ്പേരി, പപ്പടം, മോരുകറി, മീൻ പൊരിച്ചത്, അച്ചാർ. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല വിഭവങ്ങളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കടന്നു. പിന്നെ വൈകിട്ട് ഇതാ നല്ലൊരു കോഫി ആക്കി എടുക്കുകയാണ്. ഞാനിതാ ഈ ജനലിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ വാഴത്തോട്ടത്തൊക്കെ നോക്കി ഇങ്ങനെ കുടിക്കുകയാണ് കേട്ടോ. ആ സമയം മോനൊക്കെ ഉറങ്ങി എണീറ്റു. അപ്പോൾ അവന് വേണ്ടി ഞാൻ ഈ മാറ്റി വെച്ചൊരു ഗ്രീൻ പീസില്ല, ഇതിങ്ങനെ ഗ്രീൻ പീസിൻ്റെ കടല വറുത്ത കടയിൽ നിന്ന് കിട്ടുമല്ലോ, അതാക്കിയെടുക്കുകയാണ്. അതിൻ്റെ ക്ലിപ്പിൻ്റെ ഒന്ന് പോയിട്ടോ. അപ്പോൾ അത് ജസ്റ്റ് എണ്ണയിലിട്ട് ഇങ്ങനെ വറുത്തെടുക്കാവുന്നുള്ളൂ, നല്ല ടേസ്റ്റാണ്. കുറച്ച് ഉപ്പ് ആക്കി കൊടുത്താൽ മതി. പിന്നെ അസംസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഓണറെ വീട്ടിലോട്ട് പോവാണ്. അപ്പം ഇന്ന് കുറേ നേരമൊന്നും അവൻ അവിടെ നിന്നില്ല കേട്ടോ. അവന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ പോന്നു. പിന്നെ ഇതാ രാത്രി ഫുഡൊക്കെ ആക്കിയെടുക്കാൻ നല്ല ഒരു മടിയായിട്ടോ. അങ്ങനെ ഫ്രൈഡ് ചിക്കനും കാര്യമൊക്കെ വാങ്ങി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ കുറേയൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് രാത്രികത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു, ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നാളെ രാവിലത്തേക്ക് ചെറുപയർ വെള്ളത്തിലിടാണ്, പുട്ടും ചെറുപയറും ആക്കിയെടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പം ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണ് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.